ഹലോ, നമ്മളിന്ന് മെറ്റാപ്ലേസിയെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. മെറ്റ മീൻസ് ചേഞ്ച്. ഏത് സർക്കംസ്റ്റൻസിലും മെറ്റ എന്ന് ഉപയോഗിച്ചാൽ ചേഞ്ച് ഇൻ കണ്ടീഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മെറ്റാപ്ലേസിയ എന്ന് വെച്ചാൽ ഒരു അഡൽട്ട് സെൽ ടൈപ്പ് വേറൊരു അഡൽട്ട് സെൽ ടൈപ്പായിട്ട് മാറുകയാണ്. എന്തിനാണ് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്? ഒരു അഡാപ്റ്റീവ് അഡ്വാൻറ്റേജിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ സിനിമയിലെ സീൻ നോക്കൂ. ഒരാൾ രാത്രി മോഷ്ടിക്കാൻ ഇറങ്ങുന്നു. അദ്ദേഹം മുഴുവൻ കരിയോല് തേക്കുന്നു. അപ്പോൾ അയാളെ പെട്ടെന്ന് കാണാനും പറ്റില്ല, പിടിച്ചാൽ വഴുതി പോവുകയും ചെയ്യും. ഇതൊരു അഡാപ്റ്റീവ് അഡ്വാൻറ്റേജ് ആണ്. സെൽസിന് എന്താ ഇങ്ങനത്തെ അഡാപ്റ്റീവ് അഡ്വാൻറ്റേജ്? ഇപ്പം നമ്മുടെ ബോഡിയിലെ ഏറ്റവും റഗ്ഗഡായിട്ടുള്ള എപ്പിത്തീലിയം സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയമാണ്. ഏറ്റവും വേറെൻറ്റേത് വരുന്ന ഭാഗത്തൊക്കെ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയമാണ്. നിങ്ങൾ JT തന്നെ എടുത്തു നോക്കുക. ഏറ്റവും സ്ട്രെസ് വരുന്ന, ഏറ്റവും ചവച്ചരക്കേണ്ട ഭാഗത്ത്, ഏനൽ കനാലിൽ, ഇവിടെയൊക്കെ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയമാണ്. അപ്പം നമ്മുടെ ബോഡി എവിടെയൊക്കെ സ്ട്രെസ് വരുന്നു അവിടെ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയത്തിലേക്ക് എപ്പിത്തീലിയം കൺവേർട്ട് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. അപ്പം നാച്ചുറലി നമ്മുടെ ബോഡിയിലെ ഏറ്റവും കോമൺ മെറ്റാപ്ലേസിയ സ്ക്വാമസ് മെറ്റാപ്ലേസിയ. അപ്പോൾ എന്താണ് മെറ്റാപ്ലേസിയ? എൻ്റെ ഡെഫിനേഷൻ ഓഫ് മെറ്റാപ്ലേസിയ എന്തിയാ? മെറ്റാപ്ലേസിയ ഒരു റിവേഴ്സിബിൾ ചേഞ്ച് ആണ്. ഒരു ഡിഫറൻഷ്യേറ്റഡ് സെൽ ടൈപ്പ്, ഒരു അഡൾട്ട് ഡിഫറൻഷ്യേറ്റഡ് സെൽ ടൈപ്പ് വേറൊരു സെൽ ടൈപ്പ് കൊണ്ട് റീപ്ലേസ്ഡ് ആവുന്നതിനാണ് മെറ്റാപ്ലേസിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അഡാപ്റ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. ആ സ്ട്രെസ് ഫേസ് ചെയ്യാൻ പറ്റിയ എപ്പിത്തീലിയത്തിലേക്ക് അത് മാറുകയാണ്. ഇറ്റ്സ് എ റിവേഴ്സിബിൾ ചേഞ്ച്. ഇത്രയും കാര്യങ്ങൾ മെറ്റാപ്ലേസിയയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏറ്റവും കോമൺ മെറ്റാപ്ലേസിയ സ്ക്വാമസ് മെറ്റാപ്ലേസിയ ആണ്. അതിൻ്റെ എക്സാമ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ട്രാക്ട് നമ്മൾ സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാബിച്വൽ സിഗരറ്റ് സ്മോക്കർ ആണെങ്കിൽ ട്രക്കയിലൊക്കെയുള്ള നോർമൽ സീലിയേറ്റഡ് കൊളംനർ സെൽസ് അതിനെ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് സെൽസ് റീപ്ലേസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ സലൈവറി ഗ്ലാൻഡ് ഡക്ട്സിൽ സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ ആ ഇറിറ്റേഷൻ ഡക്റ്റിലെ എപ്പിത്തീലിയത്തിനെ സ്ക്വാമസ് എപ്പിത്തീലിയമാക്കി മാറ്റും. ഇതുപോലെ വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ള വേറെ തരം മെറ്റാപ്ലേസിയാണ് സ്ക്വാമസ് മെറ്റാപ്ലേസിയ ഓഫ് ദ സെർവിക്സ്, യൂട്രൈൻ സെർവിക്സ്. നമുക്കറിയാം എൻഡോ സെർവിക്സ് ഈസ് ലൈൻ ബൈ കോളംനർ എപ്പിത്തീലിയം, അതിൽ ക്രിപ്സ് ഒക്കെ ഉണ്ട്. വേറെ സെക്ടോ സെർവിക്സ്, സെർവിക്സിൻ്റെ പുറത്തേക്കുള്ള ഭാഗം ലൈൻ ചെയ്തിരിക്കുന്ന സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയമാണ്. ഇപ്പോൾ എൻഡോ സെർവിക്സ് എന്തെങ്കിലും ഇറിറ്റേഷനോ ഇൻഫ്ലമേഷനോ ഒക്കെ വരികയാണെങ്കിൽ പതിയെ റീപ്രോഗ്രാമിംഗ് നടക്കും. അവിടെ റിസർവ് സെൽസ്, സ്റ്റെം സെൽസ് ഒക്കെ ഉണ്ട്. അതെല്ലാം കൂടെ അതിനെ പതിയെ സ്ക്വാമസ് സെൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് സ്ക്വാമസ് മെറ്റാപ്ലേസിയ ഓഫ് ദ സെർവിക്സ്. അപ്പോൾ നമ്മൾ പിന്നെ ഫീമെയിൽ ജെനിറ്റൽ സിസ്റ്റം ഒക്കെ പഠിക്കുമ്പോൾ പറയും അതിൻ്റെ അകത്ത് HPV, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷനൊക്കെ വരുമ്പം അത് നിയോപ്ലാസം, ക്യാൻസറൊക്കെ മാറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ടൈപ്പ് ചേഞ്ചസ് ഒക്കെ നമുക്ക് ക്ലിനിക്കലി കോൾപോസ്കോപ്പി എന്നൊക്കെ പറഞ്ഞ് സെർവിക്സ് വിഷ്വലൈസ് ചെയ്യുന്ന മെത്തേഡ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം സെർവിക്കൽ ക്യാൻസർ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ യൂറിനറി ബ്ലാഡറിൽ എന്തെങ്കിലും ക്രോണിക് ഇൻഫ്ലമേഷൻ, ഇറിറ്റേഷൻ, ഇൻഡ്വെല്ലിംഗ് കത്തീറ്റേഴ്സ്, സ്റ്റോൺസ്, ഷിസ്റ്റോസോമ ഒരു പാരസൈറ്റ് ആണ്. ഇങ്ങനത്തെ ക്രോണിക് ഇറിറ്റേറ്റിംഗ് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അതും കുറച്ചും കൂടെ ഡ്യൂറബിൾ ആയിട്ടുള്ള, യൂറോത്തീരിയത്തേക്കാളും ഡ്യൂറബിൾ ആയിട്ടുള്ള സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയത്തിലേക്ക് മാറും. അതും സ്ക്വാമസ് മെറ്റാപ്ലേസിയ. ഫീമെയിൽസിൻ്റെ ബ്ലാഡർ ട്രൈഗോണിലാണെങ്കിൽ പലപ്പോഴും ഹോർമോണൽ ചേഞ്ച് കൊണ്ടെല്ലാം നോർമലായിട്ട് തന്നെ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം കാണും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്ട്, ഇതൊന്നും വെറും മൈക്രോസ്കോപ്പിക് കോൺസെപ്റ്റ്സ് അല്ല. ഒരു സിസ്റ്റോസ്കോപ്പി വഴി ഒരു യൂറോളജിസ്റ്റ് ഈ ചേഞ്ചസ് എല്ലാം വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഒരു സിസ്റ്റോസ്കോപ്പി പിക്ചറാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സാലിവറി ഡക്ട്സ്, പാൻക്രിയാറ്റിക് ഡക്ട്സ്, ഇതിലൊക്കെ സ്റ്റോൺ ഒക്കെ വന്ന് ഒബ്സ്ട്രക്റ്റഡ് ആവുകയാണെങ്കിൽ ആ ഡക്ട് ഡയലേറ്റഡ് ആയിട്ട് അതിന് സ്ക്വാമസ് മെറ്റാപ്ലേസിയ വരുന്നത് വളരെ കോമൺ ആണ്. അപ്പോൾ ഇൻ ജനറൽ സ്ക്വാമസ് മെറ്റാപ്ലേസിയ ഇസ് വെരി കോമൺ. സ്ക്വാമസ് എപ്പിത്തീലിയം കുറച്ചുകൂടെ ഡ്യൂറബിൾ ആയിട്ടുള്ള റഗ്ഗഡ് എപ്പിത്തീലിയമാണ്. ഇപ്പോൾ ഇൻഫെക്ഷൻ വരുമ്പോൾ, സ്മോക്കിംഗ് വരുമ്പോൾ, ഇറിറ്റൻസ് വരുമ്പം, വൈറ്റമിൻ A ഡെഫിഷ്യൻസി പോലത്തെ ന്യൂട്രീഷണൽ ഇഷ്യൂസ് വരുമ്പോഴെല്ലാം സ്ക്വാമസ് മെറ്റാപ്ലേസിയ വരുന്നത് അത്യാവശ്യം കോമൺ ആണ്. ഇനി മെറ്റാപ്ലേസിയ ഫ്രം സ്ക്വാമസ് ടു കോളംനർ എപ്പിത്തീലിയവും ഉണ്ടാവാം. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ബാരറ്റ്സ് ഈസോഫാഗസ്. ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ആസിഡ് റിഫ്ലക്സ് കാരണം, അതായത് സ്റ്റൊമക്കിൽ നിന്ന് ഈസോഫാഗസിൻ്റെ ലോവർ പാർട്ടിലേക്ക് ആസിഡ് റിഫ്ലക്സ് വരുമ്പം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസോഫാഗസിന് അത് ഫേസ് ചെയ്യാൻ പറ്റിയ എപ്പിത്തീലിയം സ്ക്വാമസിനേക്കാളും നല്ലത് കോളംനർ ആയിട്ടുള്ള മ്യൂസിൻ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള, പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള മ്യൂസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗോബ്ലറ്റ് സെൽസ് ഉള്ള ഇൻഡസ്റ്റൈനൽ എപ്പിത്തീലിയം ആണ് എന്ന് ഒരു സിഗ്നൽ കിട്ടും. അപ്പോൾ അവിടെ റീപ്രോഗ്രാമിംഗ് നടക്കും. അവിടെ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം വിൽ ബി റീപ്ലേസ്ഡ് ബൈ ഇൻഡസ്റ്റൈനൽ ടൈപ്പ് എപ്പിത്തീലിയം വിത്ത് ലോട്ട് ഓഫ് ഗോബ്ലറ്റ് സെൽസ്. ഇത് എൻഡോസ്കോപ്പി ചെയ്യുന്ന ഒരു സർജന് ലോവർ എൻഡ് ഓഫ് ദി ഈസോഫാഗസിൽ നോർമൽ ഈസോഫാഗസിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. പുള്ളി അവിടുന്ന് ബയോപ്സി എടുത്തിട്ട് നമുക്ക് പത്തോളിയിലേക്ക് അയക്കും. മൈക്രോസ്കോപ്പിൽ നമുക്ക് റൈറ്റ് സൈഡിൽ കേർവ്ഡ് ആരോയിൽ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയവും മറ്റേ സൈഡിൽ ഗ്ലാൻഡുലർ എപ്പിത്തീലിയവും കാണാം. ഇഷ്ടംപോലെ ഗോബ്ലറ്റ് സെൽസും കാണാം. ഫ്ലാസ്ക് ഷേപ്പ് ആയിട്ടുള്ള മ്യൂസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസാണ് ഗോബ്ലറ്റ് സെൽസ്. അപ്പോൾ നമ്മൾ മ്യൂസിന് വേണ്ടി സ്പെഷ്യൽ സ്റ്റെയിൻസ് ചെയ്താൽ യു ക്യാൻ സീ ലോട്ട് ഓഫ് മ്യൂസിൻ ഇൻ ദാറ്റ്. നമ്മൾ ഇത്രയും നേരം മെറ്റാപ്ലേസിയെ പറ്റി പറഞ്ഞു. എന്താണ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്? എന്താ മെറ്റാപ്ലേസിയ ഉണ്ടായാൽ നല്ലതല്ലേ? അഡാപ്റ്റീവ് റെസ്പോൺസ്, ദേഹത്തെ എണ്ണ തേച്ച് കള്ളനെ ഇറങ്ങുന്നു, പിടിച്ചാൽ കിട്ടില്ല, വഴുതി പോകുന്നു, നല്ലതല്ലേ? രണ്ട് പ്രോബ്ലംസ് ആണ് ഇതിനകത്തുള്ളത്. ഒന്ന്, നേറ്റീവ് എപ്പിത്തീലിയത്തിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടും. ഫോർ എക്സാമ്പിൾ കോളംനർ എപ്പിത്തീലിയം ഇൻ ദ റെസ്പിറേറ്ററി ട്രാക്ട്.
അത് സ്ക്വാമസ് ആകുമ്പം അത് കുറച്ചുകൂടെ റഗ്ഗഡ് ആവും, പക്ഷേ ആ മ്യൂക്കസ് സീലിയറി ക്ലിയറൻസ് ആക്ഷൻ, മ്യൂക്കസ് സെക്രേഷൻ, ഇതൊക്കെ പ്രൊട്ടക്റ്റീവാണ്, ആ ഗുണങ്ങൾ പോകും. അതിനേക്കാളും വലിയ പ്രോബ്ലമാണ് ഈ ഇറിറ്റേറ്റിംഗ് സ്റ്റിമുലസ് ഇങ്ങനെ പേഴ്സിസ്റ്റ് ചെയ്താൽ അതിന് മാലിഗൻ പൊട്ടൻഷ്യൽ ഉണ്ട്. അതായത് മെറ്റാപ്ലാസ്റ്റിക് എപ്പിത്തീലിയത്തിൽ ക്യാൻസർ, മാലിഗൻ ചേഞ്ചസ് ഉണ്ടാവാം. നമ്മൾ നേരത്തെ കണ്ടു ഒരു റീപ്രോഗ്രാമിംഗ് നടക്കുന്നുണ്ട്, സെൽസിൻ്റെ നമ്പർ കൂടുന്നുണ്ട്, അങ്ങനെ അങ്ങനെ അതിന് റെഗുലേഷൻ ഉണ്ട്. അത് പോയി അതൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ച ഇല്ലാതെ ആകുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട സ്ട്രാറ്റിബേറ്റ്സ് കോമേഴ്സിബിളിൻ്റെ ഭംഗിയുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ പോയി ആർക്കിടെക്ചറൊക്കെ പോകുന്നു, ന്യൂക്ലിയസ് വലുതാകുന്നു. ഡിസ്പ്ലേസ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പഠിക്കാം. പക്ഷേ ഈ സീക്വൻസ് നമ്മുടെ മനസ്സിലുണ്ടാവണം. സ്ക്വാമസ് മെറ്റാപ്ലേസിയ വരുന്ന സ്ഥലത്ത് ആ എപ്പിത്തീലിയത്തിൽ സ്ക്വാമസിൽ കാർസിനോമസ് വരാം, ബാരറ്റ് സീസോഫാഗസിൽ ഗ്ലാൻഡുലാർ കാർസിനോമ, അഡിനോ കാർസിനോമ വരാം. പതിയെ അതിനെ ഡിസ്പ്ലേസിയ അല്ലെങ്കിൽ ഡിസോർഡർലി ഗ്രോത്ത് എന്ന് വിളിക്കുന്നു. അവിടെ എത്തുമ്പോഴത്തേക്കും ഡിസ്പ്ലേസിയ എത്തുമ്പോഴത്തേക്കും സെൽസ് തമ്മിലുള്ള ഓറിയൻറ്റേഷനൊക്കെ പോകുന്നു എപ്പിത്തീലിയത്തിനകത്ത്. ബാരറ്റ് ഈസോഫാഗസ് ആണെങ്കിൽ നേരത്തെ ഡിറ്റക്ട് ചെയ്ത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് അഡിനോ കാർസിനോമയായി മാറാൻ 10% റിസ്ക് ഉണ്ട്. മെറ്റാപ്ലേസിയ ഒരു റിവേഴ്സിബിൾ അഡാപ്റ്റീവ് റെസ്പോൺസ് ആണ്, പക്ഷേ അത് ആ ഇറിറ്റേറ്റിംഗ് സ്റ്റിമുലസ് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഡിസ്പ്ലേസിയയിലേക്കും മാലിഗൻസിയിലേക്കും ലീഡ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. എപ്പിത്തീലിയൽ മെറ്റാപ്ലേസിയ പോലെ തന്നെ കണക്റ്റീവ് ടിഷ്യൂ മെറ്റാപ്ലേസിയ ഉണ്ട്. കാർട്ടിലേജും ബോണും അഡിപ്പോസ് ടിഷ്യൂവും അങ്ങനത്തെ മിസെൻകൈമൽ ടിഷ്യൂസ് അതില്ലാത്ത സ്ഥലങ്ങളിൽ അപ്പിയർ ചെയ്യും. അതിന് നല്ലൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് മസിലിൻ്റെ അകത്തൊക്കെ ബ്ലീഡിങ് വരുമ്പം അവിടെ ബോൺ ഫോം ചെയ്യും. നമ്മളിതിനെ മയോസൈറ്റിസ് ഓസിഫിക്കൻസ് എന്ന് വിളിക്കും. പക്ഷേ എപ്പിത്തീലിയൽ മെറ്റാപ്ലേസിയ പോലെ ഇതിൻ്റെ അഡാപ്റ്റീവ് സിഗ്നിഫിക്കൻസിനെ പറ്റിയൊന്നും നമുക്ക് വലിയൊരു ഐഡിയ ഇല്ല. അപ്പം ദാറ്റ് വാസ് അബൌട്ട് മെറ്റാപ്ലേസിയ. അപ്പോൾ അടുത്ത തവണ നമുക്ക് ഡിസ്പ്ലേസിയെ പറ്റി ഒരു ഷോർട്ട് സെഷൻ ഡിസ്കസ് ചെയ്യാം.